ഈ കാണുന്നതാണ് മൈത്രേയ ബുദ്ധന്റെ പ്രതിമ, അതായത് ഭാവിയിലെ ബുദ്ധൻ. ലഡാക്കിലെ ഡിസ്കിൻ മൊണാസ്ട്രിയിലാണ് ഈ ബുദ്ധന്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 106 മീറ്റർ ഉയരമുണ്ട് ഈ പ്രതിമയ്ക്ക്. കർത്തുങ്ല പാസിൽ നിന്ന് ഏകദേശം 75 കിലോമീറ്ററോളം ദൂരമുണ്ട് ഡിസ്കിൻ മൊണാസ്ട്രിയിലേക്ക്. ഈ റൂട്ടിലെ യാത്രയും അതിമനോഹരമാണ്. ഏകദേശം 3 മണിക്കൂറോളം സമയം കൊണ്ടാണ് കർത്തുങ്ല പാസിൽ നിന്ന് യാത്ര തുടങ്ങിയ ഞങ്ങൾ ഡിസ്കിൻ മൊണാസ്ട്രിയിൽ എത്തുന്നത്. പല സ്ഥലങ്ങളിലും നിർത്തി ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം എടുക്കുന്നുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട്. നുബ്ര വാലിയിലാണ് ഡിസ്കിൻ മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. വാലിയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ ഏറ്റവും വലുതുമായിട്ടുള്ള മൊണാസ്ട്രിയാണ് ഇത്. ഈ മൊണാസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 2010 ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള മൈത്രേയ ബുദ്ധന്റെ പ്രതിമയാണ്. മൈത്രേയ ബുദ്ധൻ എന്നാൽ ഭാവിയിൽ ലോകത്തിൽ വീണ്ടും ധർമ്മം നിലനിർത്താൻ വരുന്ന ബുദ്ധനായിട്ടാണ് ബുദ്ധമതസ്ഥർ കാണുന്നത്. മൈത്രേയ ബുദ്ധന്റെ പ്രതിമ സാധാരണയായിട്ട് വളരെ ശാന്തമായിട്ടുള്ള ഭാവത്തിൽ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്ന രീതിയിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ബുദ്ധന്റെ പ്രതിമയും അതുപോലെ മൊണാസ്ട്രിയും സ്ഥിതി ചെയ്യുന്നത് 2 ഭാഗങ്ങളിലായിട്ടാണ്. ഒരു കുന്നിന്റെ മുകളിലായിട്ടാണ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ താഴെ മറ്റൊരു ചെറിയ കുന്നിന്റെ മുകളിലായിട്ടാണ് ഈ ബുദ്ധ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. 14ാം നൂറ്റാണ്ടിലെ ചാങ്സിങ് സാങ്പോ എന്ന് പറയുന്ന സന്യാസിയാണ് ഈ മഠം സ്ഥാപിക്കുന്നത്. ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന സമയം അത്യാവശ്യം മഴക്കാറൊക്കെ മൂടി നിൽക്കുന്ന ഒരു ടൈം ആയതുകൊണ്ട് തന്നെ ആ ക്ലൈമറ്റിന് ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. താഴ്വരയുടെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും അതുപോലെ തൊട്ടപ്പുറയായിട്ട് ഷയോക്ക് നദി ഒഴുകുന്നതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. കൂടുതൽ ആൾക്കാരും താഴെയുള്ള പ്രതിമ കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. മൊണാസ്ട്രിയിലേക്ക് കയറി വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഞങ്ങൾ എന്തായാലും കുറച്ചു നേരം ഇതിലെ കൂടെ കറങ്ങി. ആ സമയത്താണ് ഇവിടെ വിസിറ്റേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് ചായ എടുക്കുന്ന ഒരു സ്ഥലം കണ്ടത്. ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവിടെ പലതരത്തിലുള്ള ചായകൾ ഫ്ലാസ്കിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു ഫ്ലാസ്ക് എടുത്ത് ഞങ്ങൾ ചായ കുടിച്ചു. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. ഇവിടെ കുറെ പുസ്തകം കാര്യങ്ങളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നവർക്ക് സമയം കളയാനൊക്കെ ആയിട്ട് ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കാം. അങ്ങനെ കുറച്ച് നേരം അവിടെ മൊണാസ്ട്രിയിലൂടെ കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് താഴേക്ക് വന്നു. അപ്പോൾ നമ്മളെ കാത്ത് നമ്മുടെ അംചുക് ബ്രോ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഹുണ്ടർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഹുണ്ടറിലെ കാഴ്ചകൾ കാണാം.